പ്രാഥമികമായിട്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് ക്ലൂ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. ഡോഗിൻ്റെ പരിശോധന ഞങ്ങൾ നടത്തിയതാണ്. ഇപ്പോൾ വൈകിട്ട് വീണ്ടും ട്രേസിങ് ഞങ്ങൾ നടക്കാൻ പോകും. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഡോഗ് കുറച്ച് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടിലാണ്. സയൻറ്റിഫിക് ടീം ഇപ്പോൾ വരും, ഇതിൻ്റെ സാമ്പിൾ എടുക്കും. അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും എന്താ സാധനമാണ് ഉപയോഗിച്ചത്. സോ അതും പിടിച്ചിട്ട് നമുക്ക് ട്രേസിങ് നടക്കാം. പിന്നെ ബാക്കി സയൻറ്റിഫിക് മെത്തേഡ് നമുക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി ട്രേസിങ് നടക്കാം. നമ്മുടെ എഫേർട്ടാണ് ഇതിൽ 100% ഞങ്ങൾ ഡിറ്റക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. വളരെ ഗൗരവമായിട്ട് ഇത് കാര്യം എടുക്കുന്നുണ്ട്. എല്ലാവിധ ഞങ്ങൾ പരമാവധി അന്വേഷണത്തിൻ്റെ എഫേർട്ട് കൊടുത്തിട്ട് 100% ഇതിന് ഡിറ്റക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. CCTV ഇപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ. കാരണം ഇത് സമയം നമുക്ക് എക്സാക്റ്റ് എപ്പോഴാണ് ഉണ്ടായത് അത് പിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാം CCTV ഒരു 2-3 മണിക്കൂറുള്ള വീഡിയോ പരിശോധിക്കേണ്ടി വരും. അത് കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ ഒരു CCTV മാത്രമല്ല, ചിലപ്പോൾ 10-20 CCTV പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് പ്രതിയിലേക്ക് എത്താൻ പറ്റൂ. സോ അത് നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ടീം ഫോം ചെയ്തതാണ്. ACP കണ്ണൂർ, IPSHO കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ നേതൃത്വത്തിൽ ഓൾറെഡി ഇതിലെ ടീം ഒരു ഫോം ചെയ്തിട്ട് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയതാണ്. തെരഞ്ഞെടുപ്പാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ക്രമസമാധാന പ്രശ്നം ഇതിൽ ഞങ്ങൾ ഇപ്പോൾ ഇത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിറ്റക്ഷൻ ഉണ്ടാക്കിയിട്ട് ഇത് ലോജിക്കൽ ഒരു കൺക്ലൂഷനിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. ഇത് കൂടാതെ പോലീസിൻ്റെ എല്ലാവിധ ഇതിൽ ജാഗ്രത ഉണ്ട്. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു കാരണവശാലും നമുക്ക് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവാൻ പോകുന്നില്ല. ആ രീതിയിൽ നമ്മുടെ എഫേർട്ട് ഉണ്ടാവും. അത് ഞങ്ങൾ ഓൾറെഡി നടത്തിയതാണ് കുറേ പ്രാവശ്യം. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു പീസ് മീറ്റിംഗ് വീണ്ടും ഞങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതിൽ വിളിച്ചിട്ട് ഒരു സമാധാനപൂർവ്വം തന്നെ നമുക്ക് ഈ ലോക്സഭ ഇലക്ഷൻ മുന്നിട്ട് കൊണ്ടുപോകാൻ വേണ്ടി. മട്ടന്നൂർ കേസ് നമുക്ക് ഓൾറെഡി ആ കേസിൻ്റെ പോലീസിൻ്റെ ഇത് നിങ്ങൾ റിയാക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും. എല്ലാം പ്രതികൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് പിടിച്ചു. അത് കൂടെ ഫർദർ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ അതിൽ കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട്. സോ അതിൽ നല്ല സ്ട്രോങ് റെസ്പോൺസ് പോലീസിൻ്റെ ഉണ്ടായിരുന്നു. എല്ലാം പ്രതികൾ വാസ്തവികമായിട്ടുള്ള എല്ലാം പ്രതികൾ ഞങ്ങൾ പിടിച്ചിട്ട് കഴിഞ്ഞു അതിൽ വിതിൻ 24 hours. സോ അതുപോലെ തന്നെ ഈ കേസിൽ നമുക്ക് ആ എഫേർട്ട് തന്നെ ഞങ്ങൾ തരാൻ പോകുന്നുണ്ട്. അത് നമുക്ക് പരിശോധിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റും. കാരണം കെമിക്കൽ അനാലിസിസ് അത് ചെയ്തിട്ട് സയൻറ്റിഫിക് ടീമിൻ്റെ അഭിപ്രായം എങ്ങനെയാണ് അത് നോക്കിയിട്ട് മാത്രമേ പറയാൻ പറ്റും. ആദ്യത്തെ ഇപ്പോൾ നമുക്ക് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റും. 100% നിങ്ങൾ പ്രതികളിലേക്ക്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ട് കൊടുത്തതാണിത്. ഇപ്പോൾ ജസ്റ്റ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. സയൻറ്റിഫിക്കായിട്ട് ഞങ്ങൾ എല്ലാം എഫേർട്ട് എടുത്തിട്ട് ഇതിൻ്റെ പ്രതിനെ പിടിക്കാൻ ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സയൻറ്റിഫിക് ടീം ഇപ്പോൾ വരും. ഓൾറെഡി ഇതിൻ്റെ സാമ്പിൾ എടുക്കും. പിന്നെ ഡോഗിൻ്റെ ഇപ്പോൾ പരിശോധന പ്രൈമറി ആയിട്ട് ചെയ്തതാണ്. വീണ്ടും ഇപ്പോൾ ചൂടായതുകൊണ്ട് ഡോഗ് കുറച്ച് വൈകിട്ട് വീണ്ടും വന്നിട്ട് ട്രേസ് ചെയ്യാൻ ശ്രമിക്കാം. കൂടാതെ CCTV ക്യാമറകൾ നോക്കിയിട്ട് വി വിൽ ഡു ഇറ്റ്. അത് പറയാൻ ഇപ്പോൾ പറ്റില്ല. പ്രതിയെ പിടിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. എന്തെങ്കിലും സംഭവമാണ് അത് എല്ലാ രീതിയിൽ എല്ലാ ആംഗിളിൽ നമുക്ക് പരിശോധിക്കാം.